നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം 50 ദിവസം പിന്നിട്ടു. അതേസമയം നിരാഹാര സമരം 12ാം ദിവസവും കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 50ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ ആശാവർക്കർമാർ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിച്ചു. സമരത്തിന്റെ 50ാം ദിവസമായ ഇന്ന് ആശാവർക്കർമാർ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിച്ചു. നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നവർ അടക്കമാണ് പ്രതിഷേധത്തിൽ പങ്കാളിയായത്. സ്ത്രീയെ സംബന്ധിച്ച് മുടിമുറിക്കുക എന്നാൽ കഴുത്തു മുറിക്കുന്നതിന് തുല്യമാണ്. ആ പ്രതിഷേധം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 50 ദിനരാത്രങ്ങൾ രാവും പകലും മഴയും മഞ്ഞും പൊരിവെയിലും കൊണ്ടിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നില്ല. ലോകത്തിന്റെ മനസാക്ഷിക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ സമരം വയ്ക്കുകയാണ്. ഈ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിലും ലോക മനസാക്ഷി ഞങ്ങളുടെ മുന്നിൽ കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. അമ്മമാരുടെ കണ്ണുനീരാണ് അത്രയും. ഈ മുടിമുറിക്കലിലൂടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുലം തന്നെ മുടിഞ്ഞു പോകുമെന്ന് ആശാവർക്കർമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ദൈവത്തെ ഉദിച്ചു നിൽക്കുന്ന ദൈവത്തെ സത്യം ചെയ്ത് പറയണം. ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത്. ഞങ്ങളെ ഞങ്ങൾ താങ്ങാൻ വയ്യ. ഞങ്ങൾ ഭൂമിയോളം താന്നു. ഞങ്ങളെ നെഞ്ചറ്റവും ഞങ്ങൾ സഹിച്ച് ഞങ്ങൾ വയ്യ സാറ്. പറയാൻ വാക്കളിൽ നിങ്ങളെല്ലാവരും കാണുകയും ഇതിലപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ തലവരെ വഴിച്ചിറക്കിപ്പിക്കാൻ ഇടവച്ച് സർക്കാരാണ്. മാലാകന്മാരെന്ന് പറഞ്ഞ് ഡൽഹി ചെന്ന് 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിന്റെ. ഞങ്ങളെ തലവരെ മുണ്ടനം ചെയ്യിപ്പിച്ചു. ഇനി മുണ്ടനല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവനായിരിക്കും കൊടുക്കുന്നത്. അതിൽ മാറ്റമില്ലെന്ന് പറയാൻ ഞങ്ങൾ ഒരു ഭരണത്തിനെ പോകുന്നത്. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണ് സാറേ. സമരത്തിന് പിന്തുണയുമായി ഇന്നും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ സമര പന്തലിലെത്തി. രാവിലെ 11-ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ സമരവേദിയിൽ ഒത്തുകൂടിയാണ് പ്രതിഷേധം അറിയിച്ചത്. പട്ടിണിയിടുന്ന് പ്രതിഷേധിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അതേസമയം ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധയിടങ്ങളിൽ മുടിമുറിച്ച വീട്ടമ്മമാരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമ്യ മാത്യു, എം ഫേ ന്യൂസ്, തിരുവനന്തപുരം.